And we have a God who wants to let us know that he loves us. നമ്മളെ സ്നേഹിക്കുകയും താൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. In 1 Timothy 2:4, we know that it is God's desire for all men to be saved and to come to the knowledge of the truth. 1 തിമോത്തി 2:4 നമുക്കറിയാം, ദൈവത്തിന്റെ ഹിതമാണ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും. So it is God's desire for all, every human being, to be saved. എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So what did God do in John 3:16? We know that God sent Jesus to die on our behalf, that whoever believes in him will not perish but have eternal life. നമുക്കറിയാം, ദൈവം കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 വളരെ വ്യക്തമാണ്, താൻ തന്റെ പുത്രനെ അയച്ചത് നമ്മൾ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. But in addition to that, it is God's desire to have fellowship with us, for us to hear his voice. അതിനുപരിയായിട്ട് ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കണമെന്നും ഉറ്റ ബന്ധത്തിലായിരിക്കണമെന്നും, കാരണം നമ്മൾ തന്റെ ശബ്ദം കേട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Fellowship is a two-way process. കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരാള് മറ്റൊരാൾ സംസാരിക്കുക മാത്രമല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. I believe that every born again Christian has heard the voice of God. ഞാൻ വിശ്വസിക്കുന്നു, വീണ്ടും ജനിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. And we have responded to God's voice, be it through the word of God or be it through somebody's sermon. We have responded to the voice of God and we have experienced the deliverance. We have experienced God coming into our lives. അങ്ങനെയുള്ള വീണ്ടും ജനിക്കപ്പെട്ട ഓരോരുത്തരും നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കുകയും നമ്മൾ ദൈവത്തിന്റെ കേൾക്കുകയും നമ്മൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. That was the beginning of our walk with God. അതായിരുന്നു ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പിന്റെ തുടക്കം. And that is God's will for all of us, to continue to hear him. ഇതാണ് ദൈവത്തിന്റെ ഹിതം നമ്മളെക്കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും. എന്താണ്? നമ്മൾ തുടർമാനമായിട്ട് ദൈവത്തെ കേട്ട് ജീവിക്കണമെന്നുള്ളത്. So those in our midst who are listening to me at this moment, who still have not come to that born again experience, need to cry out to God to be saved and to start hearing the voice of God. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, സ്വന്തം രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ, ഈ ഒരു പുതിയ ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കണം. This is an inheritance that we have in Christ. It is the കർത്താവിൽ നമുക്കുള്ള ഒരു അവകാശമാണ്. It is one of the best things in the world. അതാണ് ലോകത്തിലേക്ക് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യം. Let me put some evidence before you that we have a God who speaks. നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുൻപാകെ കുറെ തെളിവുകൾ വെക്കട്ടെ. And you are very much aware of these verses, but let me start by saying in Genesis 1, we see from the word that God said, "Let there be light," and there was light. God spoke and created the expanse, the land, seas, vegetation, sun, moon, stars, fish, birds, creatures on the earth, and man. നമ്മൾ ഈ വാക്കുകളോടൊക്കെ സുപരിചിതമായിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും ഞാൻ പറയട്ടെ, ഉൽപ്പത്തി 1:3 ദൈവം പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ദൈവം അത് കഴിഞ്ഞിട്ട് സർവ്വചരാചരങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും വൃക്ഷങ്ങളെയും കന്നുകാലികളെല്ലാം ദൈവം സൃഷ്ടിച്ചു. In Genesis 1:15, God placed man in the garden to cultivate and keep it, and commanded man to eat from any tree in the garden freely, but not from the tree of the knowledge of good or evil. ഉൽപ്പത്തി 2:15 ദൈവം മനുഷ്യനെ അവിടെ ഏതൻ തോട്ടത്തിലാക്കി വേല ചെയ്യുവാനും തോട്ടത്തെ നോക്കുവാനും ദൈവം പറഞ്ഞു.
So here we see that God commanded man to eat from any tree in the garden. 2:15 കഴിഞ്ഞിട്ട് പറയുന്നു, തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിൽ നിന്ന് നിനക്ക് തിന്നാം. And so God told man what he could do and what he should not do. അവൻ എന്ത് ചെയ്യരുതെന്നും ദൈവം വ്യക്തമാക്കി. And we see that man obeyed God. മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചായിട്ട് കാണുന്നു. Till another voice appeared in the garden. അവിടെ വേറെ ഒരു സ്വരം ഉയരുന്നത് വരെ. There was another voice that questioned the voice of God. ദൈവത്തിന്റെ സ്വരത്തെ, ദൈവം പറഞ്ഞ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ശബ്ദം, ഒരു സ്വരം അവിടെ ഉയർന്നു വന്നു ഏദെൻ തോട്ടത്തിൽ. And there was a battle. അവിടെ ഒരു യുദ്ധമുണ്ട്. And man fell into the trap of the enemy. And മനുഷ്യൻ ശത്രുവിന്റെ കെണിയിലേക്ക് വീണു. But hallelujah, God is a God of mercy. God made provision for us at that point through the cross. ദൈവം കരുണാസമ്പന്നനാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ ഒരു വഴിയൊരുക്കി നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി. Prior to the fall, Adam and Eve was having fellowship with God. അവർ പാപത്തിലേക്ക് വീഴുന്നതിന് മുൻപായിട്ട് ആദാമും ഹവ്വായും ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരുന്നവരാണ്. God used to come in the evenings and talk to Adam and Eve. സന്ധ്യാ സമയത്ത്, വൈകുന്നേര സമയത്ത് ദൈവം തോട്ടത്തിൽ വന്ന് അവരോട് ഇടപഴകുമായിരുന്നു, കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. But when Adam fell, when God came, Adam hid from God. അവര് പാപം ചെയ്തു കഴിഞ്ഞ് ദൈവം കടന്നു വന്നപ്പോൾ ആദാം ഒളിച്ചു ഇരുന്നു. Okay, now we see from I'm just going to go down a few through certain personalities in the Old Testament, and we can see how God spoke to them. And I'm just trying to show you that God is a God who speaks. ഞാൻ പഴയ നിയമത്തിലുള്ള ചില ആൾക്കാരുടെ ജീവിതത്തിൽ കൂടി ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാണ്. പിന്നെയും ഞാൻ സന്ദേശം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉള്ള പോലെ തന്നെ പിന്നെയും പറയുന്നു, ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ജീവിതങ്ങളിലേക്ക് നോക്കുന്നത്. So can I ask Anita to read Genesis 6:13? ഉൽപ്പത്തി 6:13 അനിത ഒന്ന് വായിക്കാമോ? ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. Okay, here we see God speaks to Noah and warns him of the destruction to come. വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ദൈവം നോഹയോട് സംസാരിച്ച് അവന് ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു. So we see that God is a God of mercy. He talks to us, He leads us, but He also warns us. ദൈവം കരുണാസമ്പന്നനാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. പക്ഷേ അപകടം വരുന്നുണ്ടേ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു ദൈവം. God even continues to warn us in these days about the judgment to come. ഈ ദിവസങ്ങളിലും ദൈവം വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. One day God tells us one day we have to stand before His throne and we have to give an account of how we have lived our lives. ദൈവം പറയുന്നു, ഒരു ദിവസം നമ്മൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പാകെ നമ്മൾ വരണം, നമ്മൾ എങ്ങനെ ഈ ജീവിതം ജീവിച്ചു എന്നുള്ള കണക്ക് ദൈവത്തിന് ബോധിപ്പിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. Can I ask Anita to read Genesis 12:1? ഉൽപ്പത്തി 12:1 വായിക്കാൻ ഞാൻ അനിതയോട് ചോദിക്കട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. Here we see God tells Abraham at that time to go from his country and from his relatives to the land which He would show him, and Abraham obeyed. ഇവിടെ അബ്രാമിനോട് ദൈവം പറയുന്നു, നിന്റെ ചാർച്ചക്കാരെയും എല്ലാവരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. നമ്മൾ കാണുന്നത് അബ്രാം ദൈവത്തിന്റെ സ്വരം കേട്ട് അനുസരിച്ചു പോയി.
In Abraham's life and Abraham's life, we can see a God who is speaking to him throughout. അബ്രഹാമിന്റെ ജീവിതം നെടുന്നീളെ, അവന്റെ പേര് ആദ്യം അബ്രഹാം എന്നായിരുന്നു, പിന്നെ അബ്രഹാം എന്നായി. പക്ഷെ എപ്പോഴും ദൈവം തന്നോട് സംസാരിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ. Now, Abraham was not a perfect man. He fell at many points. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവനൊരു പരിപൂർണനായ ഒരു വ്യക്തി അല്ലായിരുന്നു. പലപ്പോഴും പല തെറ്റുകളും അബ്രഹാം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. We see that God was so much intimate with Abraham that he even shared with Abraham what he was going to do with Sodom and Gomorrah. പക്ഷെ ദൈവവും അബ്രഹാമായിട്ട് ഇത്ര ഒരു ഉറ്റ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് താൻ സോദോമിലും ഗൊമോറയിലും ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വരെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. God says, how can I hide it from Abraham? ദൈവം ഇങ്ങനെ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ സൊഡോമിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ അബ്രഹാമിനോട് മറച്ചു വെക്കാൻ പറ്റും? And we see that Abraham interceding for Sodom and Gomorrah, but we know what happened to Sodom and Gomorrah in the end, because there wasn't that minimum number of righteous people to be saved. അബ്രഹാം അവിടെ സോദോമും ഗൊമോറയ്ക്കും വേണ്ടി ഇടുവിൽ നിന്ന് പക്ഷവാദം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ അവിടെ ഏറ്റവും കുറവ് നീതിമാന്മാരെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടണം നശിപ്പിക്കത്തില്ല എന്ന് അബ്രഹാം ചോദിക്കുകയും ദൈവം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു മിനിമം ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു. And we see that God continues to speak in Abraham. God continues to speak in Abraham's son's lives, Isaac's life, and then Isaac's son's life, Jacob's life. പിന്നെ തുടർന്ന് മുമ്പോട്ട് നമ്മൾ വചനം വായിക്കുന്നതും കാണുന്നു, ഇസാക്കിന്റെ ജീവിതത്തിലും തന്റെ മകന്റെ ഇസാക്കിന്റെ ജീവിതത്തിലും ഇസാക്കിന്റെ മകൻ യാക്കോബിന്റെ ജീവിതത്തിലും അവരോടും ദൈവം സംസാരിച്ചു, അവരെ നടത്തി. God continued to speak to the great men of faith, men of God in the Old Testament, Moses, Joshua, the judges, prophets. പഴയ നിയമത്തിലെ ദേവദാസന്മാരോട് മോശ, ജോഷുവ, ന്യായാധിപന്മാര്, പ്രവാചകന്മാര്, ഇവരോടെല്ലാം ദൈവം സംസാരിച്ചു, അവര് ദൈവം പറയുന്നത് മനസ്സിലാക്കി എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Am I clear? Can people hear me what I'm saying? Yes, you can. We can. Yeah. Okay. So in Isaiah 30, 19 to 21, God says it's very intimate. It says that you will hear a word behind me. This is the way, walk in it. Whenever you turn to the right or the left. യെശയ്യാവിന്റെ 30-ാം അധ്യായത്തിന്റെ 19 20 തൊട്ട് മുമ്പോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. 21 നമ്മൾ കാണുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. God tells us that you will hear a word when you make. It's interesting. Here it is. Whenever you will hear a word, whenever you turn to the right or to the left. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ആണ് നമ്മൾ കേൾക്കുന്നതെന്ന് ഇവിടെ 21-ാം വാക്യത്തിൽ, യെശയ്യാവ് 30-ന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. So the thing is that God wants us to make movement. നമ്മൾ മുമ്പോട്ട് ചലിക്കണം, നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. As we make movement, God will speak to us. നമ്മൾ മുമ്പോട്ട് ചലിക്കുന്നുണ്ടേ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ദൈവം പറയുമെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Now there is a presupposition to this. The presupposition is that we are desiring to do the will of God. We are walking. We are believing that we are doing the will of God. ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്, പറഞ്ഞിട്ടില്ലാത്തൊരു വ്യവസ്ഥ. നമ്മൾ ദൈവത്തിന്റെ ഹിതം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. So we are moving forward, believing we are doing the will of God, and if God differs from our walk, then He will tell us. നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും എന്നാണ് ഈ വചനം പറയുന്നത്. Okay, I'm going to give you another evidence that God is a God who speaks, and this is in Psalm 32:8. ഞാൻ ദൈവം നമ്മളോട് സംസാരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വേറെ ഒരു തെളിവോടെ തരട്ടെ. സങ്കീർത്തനം 32-ന്റെ 8
Okay, so this psalm is a psalm of repentance. ഇതൊരു അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. And the psalmist says that when I kept silent about my sins, my body wasted away. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. Psalmist says, I acknowledge my sin to you and my iniquity I did not hide. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു, അകൃത്യം മറച്ചതുമില്ല എന്ന് പറയുന്നു 5-ാം വാക്യത്തിൽ. And the psalmist experiences the deliverance that comes through repentance. അപ്പോൾ നീ എന്റെ പാപത്തെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് പറയുന്നത് അവൻ അനുതപിക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ക്ഷമ, ദൈവത്തിന്റെ ക്ഷമ സങ്കീർത്തനക്കാരൻ ദാവീദ് അനുഭവിച്ചു. So one of the promises that follows repentance is, I will instruct you and teach you in the way you should go. I will counsel you with my eye upon you. ഞാൻ അനുദപിക്കുമ്പോൾ, ഞാൻ പശ്ചാത്തപിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തരുന്നു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. It's fantastic. When we are in sin, it is crucial that we need to repent and turn back to God and become right with God. And then God, not only does He forgive us our sins, He continues to lead us. ഇത് ഏറ്റവും നല്ലൊരു വാർത്തയല്ലേ? നമ്മൾ പാപത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുവാണെങ്കിൽ ദൈവം നമ്മളെ പൂർണ്ണമായിട്ട് ക്ഷമിക്കും എന്നുള്ളത് മാത്രമല്ല, ദൈവം നമ്മളോട് സംസാരിച്ച് മുമ്പോട്ട് പോകേണ്ട വഴി ദൈവം നമുക്ക് കാണിച്ചു തരും എന്ന് ഇവിടെ കാണുന്നു. In my opinion, this gets even better with Jesus. എന്റെ കണക്കുകൂട്ടലുകൾ, എന്റെ അഭിപ്രായത്തിൽ കർത്താവിന്റെ ജീവിതം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഉത്തമമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. If you read in John 10, Jesus talks about himself being a door and a shepherd. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ താൻ വാതിലാണെന്നും താൻ നല്ല ആട്ടിടയനാണെന്നും കർത്താവ് പറയുന്നു. So this is a promise of God. Please listen to this. It's a promise of God. So ഞാൻ വാതിലാണെന്നും ഞാൻ ഇടയനാണെന്നും പറയുന്ന ഉടനെ ഇത് കർത്താവിന്റെ ഒരു വാഗ്ദത്തമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചുമ്മാതെ ഒരു കാര്യം നമ്മളോട് അറിയിക്കുവല്ല. Anita, can I get you to read John 10:1-4? അനിത, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 4 വരെ ഒന്ന് വായിക്കുമോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. So the sheep know his voice and he calls his sheep by name and leads them out. ആടുകള് കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുകയും കർത്താവ് ആടുകളെ വിളിച്ച് അവരെ മേയുന്ന പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു. So Jesus tells us that we know his voice and he calls us by our name and leads us out. കർത്താവ് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവ് നമ്മളെ വിളിക്കുന്നു, പേർ ചൊല്ലി വിളിക്കുന്നു. നമുക്കത് മനസ്സിലാകുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്യുമെന്നാണ് വചനത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. Anita, can you read verse 16? 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതേ അധ്യായത്തിൽ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. So Jesus says that I have other sheep which are not part of this fold. I must bring them also and they will also hear my voice. So my belief is that the other sheep are the Gentiles, and it is God's desire that he brings the Gentiles into the flock as the Jews were already part of the flock, and they become one in the church. And so we the Gentiles become one with the Jews in the church, and Jesus is the great shepherd. എൻ്റെ ഇവിടെ പറയുന്നു, എനിക്ക് വേറെ ആട്ടുകളും ഉണ്ട്, തൊഴുത്തിലില്ലാത്ത. എൻ്റെ വിശ്വാസം
ഈ വചനം പറയുന്നത് യഹൂദന്മാരോടുള്ള കർത്താവോട് സംസാരിക്കുന്നത് യഹൂദന്മാരല്ലാത്തവരോട് പറയുന്നു. ഈ യഹൂദന്മാരല്ലാത്ത ആൾക്കാര്, ജാതികളായിട്ടുള്ള ആൾക്കാരെയും എനിക്കുണ്ട്, അവരെയും ഞാൻ കൊണ്ടുവരും. അവരെല്ലാം ഒന്നായും ഒരുമിച്ച് എന്നെ അനുഗമിക്കും എന്ന് പറയുന്നത് സഭയെക്കുറിച്ച് ഇനിയും വരാനിരുന്ന യഹൂദന്മാരും ജാതികളും അന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദന്മാരും ജാതികളുമായിട്ടുള്ള നമ്മളെക്കുറിച്ചും എല്ലാമാണ് കർത്താവ് അവിടെ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So I don't want to go into this topic now. God has a separate plan for Israel, but in the church there is no distinction between Jews and Gentiles. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ദൈവത്തിന് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പക്ഷെ സഭയിൽ യഹൂദനോ യവനനോ ഇന്ത്യക്കാരനോ എന്ന ഒരു വ്യത്യാസവും ഇല്ല. So Jesus is our shepherd. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഇടയനാണ്. Anita, can you read verse 27? 27 വാക്യം ഒന്ന് വായിക്കാമോ? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. So it is crystal clear. We are his sheep, those who belong to him, know his voice, and Jesus knows them and they follow him. വളരെ വ്യക്തമാണ് ഈ വേഴ്സിൽ നമുക്ക് മനസ്സിലാകുന്നത്. കർത്താവിനുള്ളവരെ കർത്താവിന്റെ സ്വരം കേൾക്കുന്നു, കർത്താവ് അവരോട് സംസാരിക്കുകയും അവരെ വിളിക്കുകയും കർത്താവിലുള്ളവര് കർത്താവിന്റെ സ്വരം തിരിച്ചറിയുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യും. So I hope that I have tried to establish the fact that God is a God who speaks. അതുകൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, now my next point I want to bring up is, why does God speak? പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. So we see that God, I mentioned it, God longs to have fellowship with us and he loves us. ദൈവം നമ്മളോട് കൂട്ടായ്മ ആചരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവം നമ്മളെ അധികമായി സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. Okay, Anita, can you read Hebrews 1:1-3? എബ്രായറിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ അനിത ഒന്ന് വായിക്കാമോ? എബ്രായർ 1-ാം അധ്യായം 1 മുതൽ 3 വരെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. Okay, so in these last days God has spoken us in his son. ഈ അവസാന നാളുകളിൽ നമ്മോട് ദൈവം തന്റെ പുത്രനിൽ കൂടി സംസാരിച്ചിരിക്കുന്നു. Jesus is the exact representation of God. കർത്താവ് യേശുക്രിസ്തു തന്റെ തത്വത്തിന്റെ മുദ്രയാണ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. What God has done for his redemption is so great. There is so much that we can receive in that redemption. ദൈവം നമ്മളുടെ വീണ്ടെടുപ്പിനായി ഇത്രമാത്രം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. നമ്മൾക്ക് അധികം ഈ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. Every time we meet with Jesus, every time we meet with him, it is not just a mental, experience, but it comes with deliverance and release. ഓരോ പ്രാവശ്യവും നമ്മൾ കർത്താവുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, നമുക്ക് ഒരു മനസ്സിലാക്കൽ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായെന്നുള്ള മാത്രമല്ല അത് നടക്കും. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മൾ വിടുതലും നമ്മൾ അനുഭവിക്കും. And it's very interesting, through all this, God is not forcing us to do it. God is giving us a free mind whether to respond or not to respond to him. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം, ദൈവം തനിക്ക് പറ്റുമെങ്കിലും ആരെയും നിർബന്ധിക്കുന്നില്ല ഈ ഒരു കാര്യങ്ങളിലേക്ക്. നമുക്ക് ഒരു സ്വതന്ത്രമായ ഒരു മനസ്സും
ഒരു ഇച്ഛാശക്തിയും ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ഇത് അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാൻ വേണ്ടി. But God desires to be intimate with us. പക്ഷേ ഈ ഒരു പദവി ദൈവം നമുക്ക് തന്നെങ്കിൽ, സ്വാതന്ത്ര്യം തന്നെങ്കിലും, ദൈവത്തിന്റെ ആഗ്രഹം നമ്മളോട് അടുത്ത ഒറ്റ ബന്ധത്തിൽ നമ്മൾ ദൈവവുമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. If you want proof of this, you need to go to Song of Solomon. ഇതിനെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഉത്തമഗീതത്തിലേക്ക് പോയാൽ അവിടെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Okay, so we see that why does God speak? Because God wants to have fellowship with us. എന്തുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നു? ദൈവത്തിന് നമ്മളുമായിട്ട് ഉറ്റ ബന്ധത്തിൽ നടക്കണം, കൂട്ടായ്മയിൽ നടക്കണം ദൈവം തീവ്രമായി ആഗ്രഹിക്കുന്നു. See, even when Mattai was sharing in the worship, he was telling us about being a bond slave. മത്തായി ആ സമയത്ത് ഒരു അടിമയാകുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞായിരുന്നു. The bond slave has the freedom. I mean, when the slave is free, he has the freedom to go, or he has the freedom to stay with his master. അവിടെ പഴയ നമ്മൾ കാണുന്നത് അടിമകൾക്ക് കാലം കഴിഞ്ഞിട്ട് അവരെ വാങ്ങിച്ച ടൈമൊക്കെ കഴിഞ്ഞിട്ട് അവർ വിട്ടു പോകാൻ അവർക്ക് അധികാരമുണ്ട്. But the bond slave loves the master so much that he wants to stay with the master. പക്ഷേ അവിടെ ഒരു കൂട്ടം അടിമകൾ ഇങ്ങനെ ബോണ്ട് സ്ലേവ് എന്ന് പറയും, മലയാളത്തിൽ പക്കവേട് അറിയില്ല. അവന് തൻ്റെ യജമാന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ യജമാനോട് പറയുന്നു, എനിക്ക് അങ്ങയുടെ കൂടെ ജീവിച്ചാൽ മതി. അതിന്റെ പരിണതഫലങ്ങളായിട്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ യജമാനന്റെ വകയാണെന്ന് ചെവി കൂടെ ചില ഒരു ആണി അടിച്ചു കയറ്റി അവൻ ഒരു പൂർണ്ണ ബോണ്ട് സ്ലേവ് ആണെന്ന് കാണിക്കുന്നു. Because this bond slave has experienced the love of God, he has experienced the love that the master has for him, and he loves the master. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അടിമ, യജമാനെ വിട്ടു പോകാൻ പറ്റുന്ന അടിമ അവിടെ തന്നെ നിൽക്കുന്നത്? കാരണം യജമാനന്റെ സ്നേഹവും യജമാനൻ എത്രമാത്രം നല്ലവനാണെന്ന് അറിഞ്ഞിട്ട് അത് അവന് ആ ഒരു ബന്ധത്തിൽ തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ അത് ചെയ്തത്. So Anita, can you please read Ephesians 2:10? എഫേസ്യർ 2:10 വായിക്കാമോ അനിത? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. So God has predestined good works that we walk in them. ദൈവം നമുക്ക് വേണ്ടി സൽപ്രവർത്തികൾ മുന്നമേ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ വചനം പറയുന്നു. അതിൽ നമ്മൾ നടക്കുവാൻ വേണ്ടി every single child of God has good works that God has planned that we would walk in them. കർത്താവിന്റെ മക്കളായിരിക്കുന്ന ഓരോരുത്തരും അവര് ദൈവത്തിന്റെ പദ്ധതികൾ നടക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. And I think it's a process, but of us coming to that realization that God has got good works for us to do. ഇത് നമ്മൾ മനസ്സിലാക്കുവാൻ തന്നെ ഒരു പ്രക്രിയയാണ്. കുറെ സമയം നമ്മൾ വളരുമ്പോഴാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി സൽപ്രവർത്തികൾ വെച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യുവാൻ വേണ്ടി എന്ന് ദൈവത്തെ കൂടുതൽ അറിയുന്നുണ്ടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. We won't walk in it automatically. We won't walk in it automatically. We need to seek the Lord and find out and yield to the Lord. നമ്മൾ യാദൃശ്യമായി ഇവയിൽ നടക്കാൻ പോകുന്നില്ല. നമ്മൾ ദൈവത്തെ തേടുകയും ദൈവത്തെ കണ്ടുമുട്ടുകയും ഇത് അറിയുകയും പിന്നെ ആ ദൈവത്തിന്റെ പദ്ധതികൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും വേണ്ടി ആവശ്യമാണ്. But God wants to speak about it to us. പക്ഷെ ഇവയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. So we see that no two people, the work that God has for two people it's different for two different people. ഏത് രണ്ടു പേർക്കും ദൈവം ഒരേ പദ്ധതി വെച്ചിട്ടില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ പദ്ധതികളാണ് ദൈവം വെച്ചിട്ടുള്ളത്. It's an interesting, if you have the chance, please read this, a very interesting account, John 21:18-23. Just read it when you have time, and you can see. യോഹന്നാൻ സുവിശേഷം 21:18 മുതൽ 23 വരെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് വായിച്ചാട്ടെ. And you can see what God had for Peter the apostle and what Jesus had for John the apostle was two different things.
അവിടെ പത്രോസിന് വേണ്ടി ദൈവം വെച്ചതും യോഹന്നാന് വേണ്ടി ദൈവം വെച്ചതും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് ആ വാക്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. But the commonality with both was you follow me. പക്ഷെ അവിടെ രണ്ടുപേർക്കും സാമ്യമായിട്ടുള്ള കാര്യം ഇതായിരുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. My understanding is that Peter would be martyred for Christ and John would not be. That's my understanding. ഒരു പക്ഷേ പീറ്റർ കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. യോഹന്നാൻ ചിലപ്പോൾ കൊല്ലപ്പെട്ട് കാണത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Okay, now God has a role for us in the church. ഇതുപോലെ തന്നെ കർത്താവിന്റെ കൂടെ നടക്കുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ദൈവം സഭയിലും ഓരോ ഉത്തരവാദിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. It could be to be a pioneer to start a church. ഒരു പക്ഷേ ദൈവം ഒരു വ്യക്തിയെ നമ്മളെ ആരെങ്കിലും എടുത്ത് ഒരു സഭ തുടങ്ങാൻ വേണ്ടി ഉപയോഗിച്ചേക്കും. Or it may be to be used as part of a existing church. അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സഭയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകാനായിരിക്കും ദൈവം പദ്ധതി ഇട്ടേക്കുന്നത്. We all, as per the word of God, all of us have been gifted with the gifts of the Holy Spirit. ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. And I believe that as we yield to the Lord, those gifts will be manifested in and through us. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കർത്താവിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരമയിൽ സമർപ്പിക്കുന്ന ഉടനെ ആ വരങ്ങൾ നമ്മളിൽ പ്രകടമാകും. But even in that, we should have an ear for the Holy Spirit to hear what the Holy Spirit is saying. പക്ഷെ അത് ചെയ്യുവാനും പരിശുദ്ധാത്മാവ് എന്ത് നമ്മളോട് സംസാരിക്കുന്നു എന്ന് കേൾപ്പാൻ വേണ്ടിയുള്ള ഒരു സ്വീകരിക്കുന്ന ഒരു ചെവി നമുക്ക് വേണം. So okay, so therefore it is important. So even there God speaks to us. So therefore we can be used in the church of God. So അവിടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. സഭയിൽ നമുക്ക് വ്യത്യസ്തമായ വേലയും ഒക്കെ വിളിയും കാണും. Okay, can I get Anita to read Luke 11:27-28? ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 27-78 ഒന്ന് വായിക്കണമേ. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. So here we see that we are blessed when we obey. This is what Jesus himself is saying to us. It's not, he's not telling us to do anything else, with regards to his mother or family members. But what he's saying is that he's telling us we are blessed when we obey the word of God. തന്റെ മാതാവിനെ കുറിച്ച് ഭാഗ്യമുള്ളാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ ഹിതം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നത് എന്ന് കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു. And I'm telling you one thing, when we obey the word of God, there is great joy and fulfillment when we obey God. ദൈവത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ അതിൽ വലിയ ഒരു തൃപ്തിയും ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു പൂർത്തീകരണവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. So I'm not saying it will be pain free, but there will be still great joy and fulfillment when we obey God. കർത്താവിനെ പിൻപറ്റുവാണെങ്കിൽ നമുക്ക് വേദനയൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശം എന്തോ ആണോ ആ ഉദ്ദേശം നമ്മൾ ചെയ്യും. നമ്മൾ ആ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ ആനന്ദവും സന്തോഷവും നമുക്ക് ദൈവം തരും. I remember a man of God, he shared, when we obey God, there is one thing. ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന ഉടനെ when we obey God, one thing is sure, it is never boring. നമ്മൾ ദൈവത്തെ അനുസരിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതെന്തോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ ഒരിക്കലും വരത്തില്ല. എപ്പോഴും എന്തെങ്കിലും ചലനമോ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറോ കാണും. It may be challenging, but it's never boring. വെല്ലുവിളികളെ നേരിടും, പക്ഷെ ഒരിക്കലും നമ്മൾ ബോറടിക്കത്തില്ല. Okay, now let me speak. How does God speak? എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്? Primarily God speaks through the word of God. പ്രധാനമായിട്ട്
ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് ദൈവം സംസാരിക്കുന്നത്. So that is primary. Everything, every other way that God speaks, you are called to check it through the written word of God. മറ്റേത് വഴിയിലും ദൈവം നമ്മളോട് സംസാരിക്കുവാണെങ്കിലും ഏത് വഴിയാണെങ്കിലും അതെല്ലാം ദൈവവചനത്തിനോട് യോജിക്കുന്നോ അതോ ഒത്തുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് ദൈവം നമ്മളോട് വചനം ചോദിക്കുന്നുണ്ട്. So Anita, can I ask you to read Acts 17:10-11? അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 10-11 ഒന്ന് വായിക്കാമോ? സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെറോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. So they received the word with great eagerness. അവര് വളരെ ആഗ്രഹത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, And remember, this word was spoken through Paul, whom they heard a lot about. അവര് ഈ വ്യക്തിയെ കുറിച്ച് നേരത്തെ പൗലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആ പൗലോസാണ് വന്ന് അവരോട് വചനം പറയുന്നത്. They might have heard the signs and wonders that happened through the words of Paul. പൗലോസിന്റെ ശുശ്രൂഷയിൽ കൂടി അവിടെ അത്ഭുതങ്ങളൊക്കെ നടന്നതിനെ കുറിച്ച് കേട്ട് കാണും. But they still filtered everything through the scriptures to see if these things were really so. പക്ഷെ എന്തൊക്കെ അവർ കേട്ടോ, എന്തൊക്കെ അവര് കണ്ടോ, അതെല്ലാം കണ്ടും കേട്ടും ചെയ്തു കഴിഞ്ഞിട്ടും അവര് പൗലോസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണോ എന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തോട് കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി അവർ നോക്കി. We need to know the word of God should be in our heart. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടണം. And we should have the word of God at hand. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കാണണമെന്ന് മാത്രമല്ല, നമ്മുടെ എപ്പോഴും നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റണം. So I'm just stressing again that God speaks through us through the word of God. ഞാൻ പിന്നെയും ഊന്നി പറയുന്നത് ദൈവം പ്രാഥമികമായിട്ട് നമ്മളോട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കുന്ന വചനത്തിൽ കൂടിയാണ്. If you know that God has spoken to you, if you know that God has spoken to you, you will run with it. You should run with it. ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ അതെടുത്ത് നമ്മൾ അനുസരിക്കണം, മുമ്പോട്ട് പോകണം. Okay. Now I also say that God can speak loudly to us. ദൈവം ഒച്ചത്തിൽ നമ്മളോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയട്ടെ. Now when I say loudly, I mean that it's I won't say it has happened to me personally, but a very strong impression comes on you. എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് നടന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ദൈവം വളരെ ശക്തിയേറിയ ഒരു മനസ്സിലാക്കൽ നമുക്ക് തരുന്നു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. And this came to me at 2 or 3 crucial times in my life when I really heard God's voice, when I clearly had the strong impression in my heart what God was calling me to do. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ 2-3 അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ എന്ത് മുമ്പോട്ട് ചെയ്യണമെന്ന് ദൈവം എന്നോട് പറയുന്നതായിട്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരു ഉറപ്പ് വന്നു. The first time when I cried out to God for direction, I received a verse and I went and checked the verse in the Bible and the answer was there in the Bible. ആദ്യത്തെ അനുഭവത്തിൽ ഞാൻ ദൈവത്തിന് മുമ്പാകെ കരഞ്ഞ് പിടിച്ച് ഇരിക്കുന്ന ഉടനെ ഒരു വാക്യത്തിന്റെ ഉച്ചാരണം ഞാൻ കേട്ടു. അത് ഞാൻ പോയി ബൈബിള് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ആ സമയത്ത് വേണ്ടിയിരുന്ന തക്ക ഉത്തരമായിരുന്നു ആ വാക്യത്തിൽ. The second time I heard the verse was, what are you doing here? I heard the verse, what are you doing here? രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കേട്ടത് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇതായിരുന്നു. And I later on found out that same verse was spoken to Elijah in the cave. പിന്നെയാണ് ഞാൻ വചനത്തിൽ വായിച്ചത്, ഏലിയാവ് ആ ഗുഹയിലായിരുന്നപ്പോൾ ദൈവം ഏലിയാവിനോട് ഇത് തന്നെ ചോദിച്ചായിരുന്നു.
So even these strong verses that come to us, we need to check it with the word of God. And even if we are maybe young in the faith, we need to check it with somebody who is more mature than us in the faith. നമുക്ക് ഇങ്ങനെ വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അത് ദൈവത്തിന്റെ, എന്നാലും നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് അതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പക്വതയുള്ള ആരോടെങ്കിലും നമ്മൾ പങ്കുവെച്ച് ഇത് മനസ്സിലാക്കണം. So God can speak through us through our wives. ദൈവം നമ്മുടെ ഭാര്യമാരിൽ കൂടെ നമ്മളോട് സംസാരിക്കാം, ഭർത്താക്കന്മാരിൽ കൂടെ. They are our helpmates. They are helpmates. കാരണം നമ്മള് സഹായികളാണ്. Even that has to be filtered through the word of God. അതും നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോഴും അത് വചനത്തിൽ കൂടി നമ്മൾ ഫിൽട്ടർ ചെയ്യണം. God speaks through visions and dreams. ദൈവം നമ്മളോട് ദർശനത്തിൽ കൂടിയും സ്വപ്നത്തിൽ കൂടിയും സംസാരിക്കും. I personally have not experienced it, but it's there in the word of God. ഞാൻ വ്യക്തിപരമായിട്ട് ഇത് അനുഭവിച്ചിട്ടില്ല, പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ അനേകർ ഇത് അനുഭവിച്ചായിട്ട് നമുക്ക് കാണുന്നു. Dreams that came through Joseph to Jeremiah to Ezekiel. യോസേഫിന്, യെരമിയായ്ക്ക്, എസെക്കിയേലിന് സ്വപ്നത്തിൽ കൂടി ദൈവം അവരോട് സംസാരിച്ചു. God spoke to Joseph in dreams. യോസേഫിനോട് സ്വപ്നത്തിൽ കൂടി ദൈവം സംസാരിച്ചു. How to protect Jesus, baby Jesus. യേശുവിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് യോസേഫിന് സ്വപ്നത്തിൽ കൂടെ വന്നു. In Acts 9:10-12, we see how God spoke to Ananias to lay hands on Saul, and God spoke through to Saul also in a vision that Ananias will come and lay hands on him to receive back his sight. So ശൗല് കർത്താവിനെ കാണുന്ന ആ അനുഭവത്തിൽ ദൈവം അനനീയാസിനോട് ഒരു ദർശനത്തിൽ കൂടെ പറഞ്ഞു സൗലിനെ കുറിച്ച്, ആൻഡ് ശൗലിനോടും പറഞ്ഞു അനനീയാസ് വന്ന് നിന്റെ മേൽ കൈവയ്ക്കുമെന്ന്. ഇത് ഒരേ അനുഭവത്തിൽ രണ്ടുപേർക്കും ദർശനം കണ്ടതായിട്ട് നമ്മൾ കാണുന്നു. So also I would say that in the church sometimes God can speak to us as we meet a church, maybe through a prophecy. And in 1 Corinthians 14:24-25, it says that unbelievers, when they come to your church and people are prophesying, they will be convicted and they will say that God is there in their midst. ദൈവത്തിന്റെ വചനം ഇതും നമ്മളോട് പറയുന്നു. ദൈവം തന്റെ പ്രവചനത്താലും ജ്ഞാനത്തിന്റെ വാക്കുകളാലും നമ്മളോട് സംസാരിക്കുകയും അങ്ങനെ നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുടനെ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് പ്രവർത്തിക്കുന്നുടനെ കർത്താവിനെ അറിയാത്ത ആൾക്കാർ സഭയിൽ ഉണ്ടെങ്കിൽ അവര് പറയും, ഓ ദൈവം ഇവിടെ ഉണ്ടല്ലോ എന്ന്. So we have to understand that we are basically spirit beings. We are spirit, soul, body. Okay, and so part of us is spirit, and God is spirit, and God who is spirit communicates with our spirit. നമ്മൾ മനസ്സിലാക്കണം, നമ്മള് ദേഹി ആത്മാവാണ്. പക്ഷേ ദൈവം ഒരു ആത്മാവാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നമ്മളോട് കൂട്ടായ്മ ആചരിക്കുന്നു, നമ്മളോട് ഇടപഴകുന്നതും നമ്മളോട് ആശയവിനിമയം നടത്തുന്നതും ആത്മാവിന്റെ ഭാഗത്തോടെയാണ്. നമ്മൾ ആത്മീകരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. So what actually stops us from hearing God? എന്താണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത്? Sin stops us from hearing God. പാപം നമ്മൾ ദൈവം പറയുന്നത് കേൾക്കുവാൻ നമുക്ക് പൂർണ്ണ തടസ്സം കൊണ്ടുവരുന്നു. If we are in active sin, we will not hear from God. നമ്മള് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നമ്മൾ മുഴുകിയിരിക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റത്തില്ല. Sin is rebellion, walking our own way. പാപം എന്ന് പറയുന്നത് മറുതലിപ്പാണ്. എന്റെ വഴിയിൽ ഞാൻ നടക്കും. So to hear God, we need to come back to Him. കാരണം ദൈവത്തെ കേൾക്കുവാൻ ദൈവത്തിങ്കിലേക്ക് തിരികെ വരേണ്ടതായിട്ടുണ്ട്. And we need to walk in His ways and walk according to His will. നമ്മൾ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ഹിതപ്രകാരവും നമ്മൾ നടക്കേണ്ടതാണ്. See, the thing is, when we walk in sin, we are giving devil an opportunity. We become a target. Our conscience becomes hardened, and we are not in a position to hear God. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പാപത്തിൽ നടക്കുന്നുണ്ട്. നമ്മള് ശത്രുവിന്, സൈത്താന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം കൊടുക്കുകയാണ്. നമ്മൾ അവന്റെ ഒരു ടാർഗറ്റായി
അവൻ നമ്മളിൽ വാഴുന്നു, പിന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. Enemy will say, how can God forgive you? Your sin is so great, you cannot be forgiven. നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും സാത്താൻ, ശത്രു. അവൻ പറയും, ദൈവം ഇങ്ങനെ നിന്നെ ക്ഷമിക്കാൻ പറ്റും, നീ ഒരു പാപിയല്ലേ, നിനക്ക് ഒരിക്കലും പാപക്ഷമ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. And whereas the word of God says, if you confess your sins, he is faithful and just to forgive you your sins and to cleanse you from all unrighteousness. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാലോ നീതിമാനും വിശ്വസ്തനാകൊണ്ട് സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് വചനം പറയുന്നത്. And another way we do not hear the voice of God is if we walk in unforgiveness. നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാതെ നടക്കുവാണെങ്കിൽ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കത്തില്ല. We will not enjoy salvation. നമ്മൾ രക്ഷയെ ആസ്വദിക്കത്തില്ല. And also another thing is we need to differentiate God's voice from the enemy's voice. നമ്മൾ ദൈവമാണോ സംസാരിക്കുന്നത് ശത്രുവാണോ സംസാരിക്കുന്നത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമുണ്ട്. You need to know the language of heaven and the language of hell. സ്വർഗത്തിന്റെ ഭാഷയും ഇരുട്ടിന്റെ ഭാഷയും തമ്മിൽ നമ്മൾ തിരിച്ചറിയൽ നമുക്കുണ്ടാകണം. If I just give an example, in Matthew 4:3 and 6, when Jesus was being tempted, the enemy told Jesus, if you are the Son of God, change these stones into bread. If you are the Son of God, throw yourself down and God will, his angels will hold you up. So, നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പരീക്ഷിക്കപ്പെടുന്ന ആ ഒരു അനുഭവത്തെ കുറിച്ച് നമ്മൾ കാണുവാണെങ്കിൽ അവിടെ ശത്രു എന്ന് പറയുന്നു, വചനമൊക്കെയാണ് എടുത്ത് പറയുന്നത്, പക്ഷേ നീ ദൈവപുത്രൻ എങ്കിൽ എന്ന് സംശയത്തിന്റെ ഒരു വാക്കാണ് അവിടെ കൊണ്ടുവരുന്നത്. നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലുകൾ അപ്പാ പറ, നീ ദൈവപുത്രൻ എങ്കിൽ നീ എടുത്ത് ചാടുക, നീ ദൈവപുത്രൻ എങ്കിൽ. അത് ദൈവം പറയുന്ന പോലെ അല്ല. Yeah, so there is a tone and the way God is a God of love. He says things a particular way. When the way something is said is different from the way God says, that is not God. So അവിടെ നമ്മൾ കാണുന്ന ആ സംസാരത്തിന്റെ രീതി തന്നെ ദൈവം നമ്മളോട് സ്നേഹത്തിലും ഉറപ്പിലും പ്രത്യാശയിലും പറയുന്നതിനെ കൂട്ടല്ല പറയുന്നത്. ഇവിടെ സംശയം ഉളവാക്കുവാൻ വേണ്ടി അവിടെ ദൈവത്തിന്റെ വചനം ചോദ്യം ചെയ്യുന്നവരെ തന്റെ അസ്തിത്വം ദൈവപുത്രനാണോ എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലാണ് സാത്താൻ ഇവിടെ പറയുന്നത്. So Hebrews 12:25 says that see to it that you do not refuse him who is speaking. എബ്രായർ 12:25 നമ്മൾ കാണുന്നത് അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നിങ്ങൾ നോക്കുക. So when God speaks to us through his word, don't refuse him, react, say thank you, obey what he is saying. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കുന്നതിന് നമ്മൾ മറുതലിച്ച് എനിക്കത് വേണ്ട എന്ന് പറയും. നമ്മൾ നന്ദിയോടെ കർത്താവേ അങ്ങ് ഒരുക്കിയ വഴിയാണ്, നന്ദി കർത്താവേ എന്ന് പറയണം. It says Hebrews 4:7 says, today if you hear his voice, do not harden your heart. എബ്രായർ 4:7 പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുവാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ ഹൃദയം കഠിനമാക്കിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. So the next point I'm going to put is, what are the things we need to do to hear God? ദൈവത്തിന്റെ സ്വരം കേൾപ്പാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? Okay, so that's crucial. Now, all this is not for us to have a full notebook. All these things are for us to say, you know what, I want to start hearing God. ഞാൻ ഇവിടെ നമ്മൾ കേട്ടതെല്ലാം എനിക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, എനിക്ക് ഇന്നത്തെ മെസ്സേജ് അല്ല എഴുതി വെച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം പൊങ്ങണം, കർത്താവേ നിന്റെ സ്വരം എനിക്ക് കേൾക്കണമേ, ഇതിൽ എനിക്ക് നടക്കണമേ എന്നുള്ള ഒരു ആഗ്രഹം. And for those who are already to do it, to excel even more. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ കൂടുതൽ വളരുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. If you want to hear God, number one, you should want to hear God. നിങ്ങൾ ദൈവത്തെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു അതിയായ വാഞ്ച നിങ്ങളുടെ ഹൃദയത്തിൽ കാണണം. ആ വാഞ്ചി ദാഹിക്കുന്നവരാണ് അവനെ കണ്ടുമുട്ടുന്നത്. Every time I wanted to hear God, I heard God. Every time I did not desire to hear God, I did not hear God. ഞാൻ തീവ്രമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ സമയത്തും ഞാൻ കേട്ടു, ദൈവനോട് സംസാരിച്ചു. പക്ഷെ ഞാൻ സാമട്ടിൽ ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ കേട്ടില്ല. Okay, God, I want to hear you. You speak to me while I'm in the first show in the theater. In the break time, you can spend the interval time is there. You can talk to me.
കർത്താവേ, ഞാനൊരു മൂവി കാണാൻ പോവാണ്, പക്ഷെ അതിന്റെ ഇടയില് ഒരു 10 മിനിറ്റ് ഉണ്ട്, നീ എന്നോട് സംസാരിക്കണമെങ്കിൽ അവിടെ സംസാരിച്ചാട്ടെ എന്ന് പറയുന്ന ഒരു ദൈവത്തെ പറയാൻ രാഘവത്തോട് എടുക്കുന്നവരാണെങ്കിൽ ദൈവം സംസാരിക്കത്തില്ല. I'm not saying movies, I love movies. Okay, I'm not against movies. But മൂവി കാണുന്നതിനൊക്കെ എതിരല്ല പറയുന്നത്. എനിക്ക് മൂവി കാണാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ സമീപനം എന്താണെന്നാണ് പറയുന്നത്. We have to give to meet with God. It's as important as you going and meeting the chief minister or prime minister or president. It is you take preparation. It's a very serious matter to meet with God. നമ്മൾ വലിയ ഈ ലോകത്തിലുള്ള ആൾക്കാരെ ചീഫ് മിനിസ്റ്ററെ പ്രൈം മിനിസ്റ്ററെ കാണുവാണെങ്കിൽ എത്ര മാത്രം നമ്മൾ ഒരുങ്ങും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അല്ലേ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ കടന്നു ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കേൾക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പെടുത്ത് നമ്മൾ ചെല്ലണം. ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. And Ecclesiastes 5:1 says, guard your steps as you go to the house of God and draw near to listen rather than to offer the sacrifice of fools. So have the attitude to listen. സഭാപ്രസംഗിയുടെ 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ട്, നീ ഒരു വിഡ്ഢിയെ പോലെ നീ കടന്നു ചെല്ലരുത്, നീ കേൾക്കുവാൻ വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കി നീ ചെല്ലണം എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. So number 2, we need to spend time with God privately and separate yourself from the world. നമ്മൾ ദൈവത്തിന്റെ കൂടെ നമ്മൾ വ്യക്തിപരമായിട്ട് രഹസ്യത്തിൽ നമ്മൾ ദൈവത്തിലൂടെ സമയം ചെലവഴിച്ച് നമ്മൾ ലോകത്തിൽ നിന്ന് മാറി നിന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കേണ്ടതായിട്ടുണ്ട്. You have to meditate and ponder on God's words. ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കണം. Mary, Jesus' mother, always pondered, meditated on what people spoke to her about her son. കർത്താവിന്റെ അമ്മയായ മറിയ തന്നോട് തന്റെ മകനെ കുറിച്ച് പറഞ്ഞത് കാര്യങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ 1-2 ഭാഗത്ത് കാണുന്നുണ്ട്. So spend time to meditate on the word of God. You create the right atmosphere in your mind. നമ്മൾ ധ്യാനിക്കുവാൻ ഇരിക്കുന്ന ഉടനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയുള്ള ഒരു ചുറ്റുവട്ടം നമ്മൾ ക്രമീകരിക്കുന്നു. We need to spend time in, I've been taught last 6 months about the discipline of solitude. We need to separate ourselves, give separate time for God. കഴിഞ്ഞ 6 മാസമായിട്ട് ദൈവം എന്നെ ഏകാന്തതയെ കുറിച്ച് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഏകാന്തതയുടെ അത്യാവശ്യം അത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. നമ്മൾ ദൈവവുമായിട്ട് തന്നെ ഇരിക്കുവാൻ, വ്യത്യസ്തമായി വേർപെട്ട് ഇരിക്കുവാൻ നമ്മളെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കണം. Please look at Luke 6:12 and Mark 1:35. നിങ്ങൾ ലൂക്കോസ് 6:12 മർക്കോസിന്റെ 1:35 നിങ്ങൾ നോക്കണം. You look at Jesus, the Son of God, God himself who came as man. He used to go and spend time with God alone in the early hours of the morning and go to a mountain. He found it important. How much more we? തൃത്വത്തിൽ രണ്ടാമനായ കർത്താവ് യേശു ക്രിസ്തു തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ആ ഒരു മലമുകളിൽ തന്റെ പിതാവിനോടുകൂടെ തന്നെ പോയി സമയം ചെലവഴിച്ചെന്നാണ് ലൂക്ക് 6:12 മാർക്ക് 1:35 കാണുന്നത്. തൃത്വത്തിലെ രണ്ടാമനായ ദൈവപുത്രൻ ഇത് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ എത്ര അധികം ഇത് ചെയ്യണം. And when you do that, you will meet with God. When you draw near to God, he will draw near to you. നമ്മൾ ഇത് ഗൗരവമായിട്ട് ഇത് എടുത്ത് ദൈവത്തിന്റെ കൂടെ തന്നെ സമയം ചെലവഴിക്കുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടും, ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. And finally, I'm just going to talk about not only we do this, our attitude is also very important. നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മനോഭാവങ്ങളും ശരിയായിരിക്കണം. As Jacob says, I will not leave you unless you bless me. യാക്കോബ് അവിടെ പറഞ്ഞതുപോലെ മല്ലിട്ടുകൊണ്ടിരുന്നപ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. In Isaiah 62, God says, but to this one Anita, can you please read 66:2, Isaiah 66:2 and Isaiah 66:5? യെശയ്യാവിന്റെ 66:2 66:5 ഒന്ന് വായിക്കണമേ അനിത. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത്.
എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. 5-ാം വാക്യം. യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ, അവന്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എന്റെ നാമം നിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന്. Okay, stop. So here we see Isaiah 66, in Isaiah 66:2, God says, "But to this one I will look, to him who is humble and contrite of spirit and who trembles at my word." 66:2 മനസ്സ് അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന് ദൈവം പറയുന്നു. So God says, I will look to the one who is humble and who trembles at my word. തന്നെത്താൻ താഴ്ത്തുന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ നോക്കും. And Isaiah 66:5 says, "Hear the word of the Lord, you who tremble at his word." ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവരെ ദൈവത്തിന്റെ വചനം കേൾക്ക എന്ന് ദൈവം പറയുന്നു. So if you combine both these verses together, you see God looks and speaks to the one who trembles at his word. രണ്ട് വചനം കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നു, ദൈവത്തിന്റെ മുമ്പിൽ വചനത്തിങ്കൽ വിറയ്ക്കുന്ന ആൾക്കാരോട് ദൈവം സംസാരിക്കുന്നു. ദൈവം പറയുന്നു, ദൈവത്തിന്റെ വചനം കേൾക്ക. God and his word are one. ദൈവവും തന്റെ വചനവും ഒന്നാണ്. In the beginning was the word and the word was with God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. Every time you receive something through the word of God, God has spoken to you. ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം നമുക്ക് എന്തെങ്കിലും തരുന്നെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവത്തെ കേട്ടിരിക്കുന്നു. You have heard the voice of God. ദൈവത്തിന്റെ സ്വരം നമ്മൾ കേട്ടിരിക്കുന്നു. Apart from that, there are other times when you can hear the voice of God, that is through prophecy, through visions, through other your brothers and sisters. അതല്ലാതെ പ്രവചനത്തിൽ കൂടിയും ദർശനത്തിൽ കൂടിയും സഹോദരന്മാരിൽ കൂടിയും ഒക്കെ നമ്മൾ ദൈവത്തിന്റെ സ്വരം കേട്ടെന്ന് വരാം. But primarily it is through you hear God's voice through the word of God. പക്ഷെ പ്രാഥമികമായിട്ട് ദൈവത്തെ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ്. So let us be people who desire to hear God's word. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ആഗ്രഹമുള്ളവരായി നമ്മൾ ആയിത്തീരാം. And let's make plans to meet with God, to hear God's word. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടി നമ്മൾ പദ്ധതികൾ ഒരുക്കാം, നമ്മൾ പദ്ധതി ചെയ്യാം, ചില ദിവസങ്ങൾ മാറ്റിവെക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്, ദൈവത്തെ കണ്ടുമുട്ടും. Put that as top priority, highest priority in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ അത് മുൻഗണന കൊടുത്ത് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ അത് ചെയ്യാം. Okay, with that I'm stopping, and then shall we just pray? അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we just thank you for your love towards us. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. We thank you that we have been made right through the cross. അങ്ങയുടെ ക്രൂശിൽ കൂടി ഞങ്ങള് ശരിയായ ഒരു ബന്ധത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. We thank you that we have peace with you through the blood of the Lamb. കുഞ്ഞാടിന്റെ രക്തത്തിൽ കൂടി ഞങ്ങൾ അങ്ങയുമായിട്ട് സമാധാനമുള്ളതിനായി സ്തോത്രം. Thank you that your wrath was satisfied through the blood that was shed at the cross. കർത്താവേ, ക്രൂശിൽ അങ്ങ് യേശു ചൊരിഞ്ഞ രക്തത്തിൽ കൂടി അങ്ങയുടെ കോപം പ്രായശ്ചിത്തമാക്കപ്പെട്ടുവല്ലോ കർത്താവേ. Thank you that you made us free. അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയനായി സ്തോത്രം. But Lord, we want to be your bond slaves. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പൂർണ്ണ അടിമകളായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Lord, we want to hear, we want to do what you're calling us to do. അങ്ങ് ഞങ്ങളെ എന്തിനു വേണ്ടി വിളിക്കുന്നു അത് തന്നെ ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Lord, help us to, Lord, forgive us for going our own ways. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വഴികളിൽ ഞങ്ങൾ നടക്കുന്നത് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. Forgive us for just wanting to do what we want to do.
ഞങ്ങൾക്ക് തന്നിഷ്ടമായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതിൽ ഞങ്ങളെ ക്ഷമിക്കണമേ. Lord, wash us with your blood. കർത്താവിന്റെ രക്തത്താൽ യേശുവേ ഞങ്ങളെ കഴുകണമേ. Help us to hear your voice and to walk with you. കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയോട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, you have plans for each one of us. കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പദ്ധതി വെച്ചിട്ടുണ്ടല്ലോ. And those are important, and we know that we will enjoy doing what you want us to do. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അത് ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളാണല്ലോ. ഞങ്ങൾ അത് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ നേരായിട്ടുള്ള അങ്ങയുടെ ആനന്ദം അനുഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം. Lord, help us not to get distracted with the things of the world or what the enemy may tempt us with. കർത്താവേ, ശത്രു കൊണ്ടുവരുന്ന ലോകത്തിലുള്ള കാര്യങ്ങളാൽ ഞങ്ങൾ അശ്രദ്ധപ്പെടുവാൻ ഇടയാക്കരുതേ, അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. But help us, Lord, to just be yielded to you 100%, Father. പൂർണ്ണമായിട്ട് 100% അങ്ങേക്ക് കർത്താവെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, we are restless people. കർത്താവെ, ഞങ്ങള് എപ്പോഴും എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. But Lord, you're a God of mercy. We pray that Holy Spirit, you would take us and carry us through this process. അങ്ങ് കരുണാസമ്പന്നനായതുകൊണ്ട് കർത്താവെ, ഈ ഒരു നടപ്പിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഹിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലണമേ. We commit ourselves into your hands. ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൈകളിലേക്ക് തരുന്നു. Help us to just be yielded to you and have the attitude to want to listen to your voice. കർത്താവെ, അങ്ങേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുവാനും അങ്ങയുടെ സ്വരം കേൾക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ. To you belongs all the glory, honor and praise. അങ്ങേക്കാണ് സകല മാനവും മഹത്വവും സ്തുതിയും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen.